എവരി വൺ, നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ നമ്മൾക്ക് എറ്റ്ലാബിൽ നിന്ന് എങ്ങനെ നമ്മൾ അറ്റൈൻമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അതുപോലെ നമുക്ക് എക്സലിൽ നിന്ന് എങ്ങനെയാണ് അറ്റൈൻമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കാര്യം നമ്മൾ 23-24 മുന്നിലുള്ള എല്ലാ കോഴ്സസിൻ്റെയും അറ്റൈൻമെൻറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് എക്സൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് ഫെമിലറൈസ് ചെയ്യേണ്ട നിർബന്ധമാണ്. അപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാത്തവർ നല്ല രീതിയിൽ കേൾക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടുള്ളവരും ഫുൾ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു ബേസിക് ഇൻഫോൻ്റെ ഒരു ഷീറ്റ് ഉണ്ട്. അപ്പോൾ ബേസിക് ഇൻഫോയിൽ നമ്മൾ എന്തൊക്കെ അസസ്മെൻറ്റാണ് നടത്തുന്നത് എന്ന് കാണിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്കൊരു ടെസ്റ്റ് 1 ഉണ്ട്. ആ ടെസ്റ്റിൽ ഏതൊക്കെ CO മാപ്പ് ചെയ്ത് വരുന്നുണ്ട്, അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യനാണ് അതിൽ പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റ് 2ഉം ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ടെസ്റ്റ് 2 എത്ര CO2ഉം CO3ഉം ആണ് മാപ്പ് ചെയ്യുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതുണ്ട്. സിമിലർലി നമുക്ക് അസൈൻമെൻറ്റ് 1 ഉണ്ട്, ഏതൊക്കെ CO ആണ് മാപ്പിംഗ്, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് മാപ്പിംഗ് എന്നുള്ളതുണ്ട്. സിമിലർലി അസൈൻമെൻറ്റ് 2ൻ്റെ കേസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അസൈൻമെൻറ്റ് 2 മാപ്പ് 2 എഗെയിൻ നമുക്ക് എന്താണ് CO2 ആൻഡ് CO3. പിന്നെ അതുപോലെ തന്നെ ബേസിക് ഇൻഫോയിൽ നമുക്ക് എത്ര COs ഉണ്ട്, ആ CO സ്റ്റേറ്റ്മെൻറ്റും പിന്നെ COവും അതുപോലെ തന്നെ നമ്മളുടെ COവും PO മാപ്പിങ്ങും ഉണ്ട്. സിമിലർലി നമുക്ക് COവും PSO മാപ്പിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ഇതിലെന്തൊക്കെ നമ്മൾ കൊടുക്കുന്നു അതൊക്കെ നമുക്ക് അടുത്ത ടാബിലേക്ക് അല്ലെങ്കിൽ അടുത്ത പേജസ് നമുക്ക് എവിടെയാണോ നെസറി അവിടെ വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് 21-22ൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ ഒരു കോഴ്സാണ് ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിൽ 3 CO വന്നത്, ബാക്കി 3 CO ഇലക്ട്രോണിക്സിൽ വരും. ഓക്കെ, അപ്പോൾ 21-22ൽ നമ്മൾ കോമൺ ആയിട്ട് ഫിക്സ് ചെയ്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ടാർഗറ്റ് 59ഉം അതുപോലെ തന്നെ നമ്മളുടെ ബെഞ്ച് മാർക്സ് എന്ന് പറയുന്നത് 60, 70, 80 ആണ്. അപ്പോൾ അതിവിടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റാവുന്നതാണ്. അതായത് നമ്മൾ കോമൺ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല, പാക്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വെച്ചിട്ട് നമ്മൾക്കിത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസ് ഇവിടെയാണ് മാറ്റേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. 59% മാർക്ക്, ഓക്കെ, 59% മാർക്ക് 60% ഓഫ് ദ സ്റ്റുഡൻസിന് കിട്ടിയാൽ നമുക്കവിടെ ലെവല് അറ്റൈൻ ചെയ്യുന്നത് 1 ആണ്. ഓക്കെ, നേരെ മറിച്ച് നമ്മൾക്ക് ഈ 59% മാർക്ക് 70% സ്റ്റുഡൻസിന് കിട്ടിയാൽ നമ്മളുടെ അറ്റൈൻമെൻറ്റ് 2 ആണ്. അതുപോലെ തന്നെ ഈ 59% മാർക്ക് 80% ഓഫ് ദ സ്റ്റുഡൻസിന് കിട്ടിക്കഴിഞ്ഞാൽ ലെവൽ 3 അച്ചീവ് ചെയ്യും അല്ലേ. ഇതാണല്ലോ അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ ഈ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് CO1ഉം CO2 ആയിരുന്നു മാപ്പ് ചെയ്തിരുന്നത്. നമുക്ക് 100% കിട്ടിയിട്ടുണ്ട്. അതായത് ഈ 59% എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇവിടെ എല്ലാ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. ഇവിടെ എത്ര കുട്ടികളുണ്ടോ, ഇവിടെ എത്ര കുട്ടികളുണ്ട്, ഇവിടെ 12 കുട്ടികളുണ്ട്. ഓക്കെ, ഇവിടെ 12 കുട്ടികളുണ്ട്. അപ്പോൾ 12/12, അതായത് 100% കുട്ടികൾക്ക് കിട്ടി. അപ്പോൾ 100% ഇവിടെ അറ്റൈൻമെൻറ്റ് കിട്ടി. 100% എന്ന് പറഞ്ഞാൽ ഞാൻ അച്ചീവ് ചെയ്യുന്ന ലെവൽ 3 ആണ്. സിമിലർലി അടുത്തതിൽ എനിക്ക് കിട്ടിയ 66.6 ആണ്. 66.6 എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ലെവലിലെത്തി, 1 ആണ്. കാര്യം 70 above ആണ് 2. ക്ലിയർ. അതുപോലെ നമുക്ക് ബാക്കിയുള്ള ടെസ്റ്റുകളും, അതായത് ടെസ്റ്റ് 1 ആണത്, ടെസ്റ്റ് 2 ഉണ്ട്. ടെസ്റ്റ് 2ൽ എനിക്ക് അച്ചീവ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എഗെയിൻ ഇവിടെ 3ഉം 3ഉം ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് 8ൻ്റെ മുകളിലുണ്ടാവും. ഓക്കെ, അത് ഞാനിത് ഡ്രാഗ് ചെയ്യണില്ല, പിന്നെ സേവ് ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ സിമിലർലി നമുക്ക് അസൈൻമെൻറ്റ് 1ലും എനിക്കിവിടെ 100 ഉണ്ട്, അതുകൊണ്ട് 3 ആണ്. സിമിലർലി അസൈൻമെൻറ്റ് 2 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 200 ഉണ്ട്, അപ്പോൾ 3 ആണ്. പിന്നെ യൂണിവേഴ്സിറ്റി, അപ്പം ഞാനിവിടെ ജസ്റ്റ് COPU അറ്റൈൻമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ടെസ്റ്റ് 1ൽ എനിക്ക് CO1ൽ 3 കിട്ടി, മറ്റേത് 1 നേരത്തെ നിങ്ങൾ കണ്ടല്ലോ. മറ്റേത് ടെസ്റ്റ് 2ൽ എനിക്ക് CO2ഉം CO3യും 3 അറ്റൈൻ ചെയ്തു. അസൈൻമെൻറ്റ് 1ൽ CO1 മാത്രമാണ് മാപ്പിംഗ്, അതിൽ 3 അറ്റൈൻ ചെയ്തു. അസൈൻമെൻറ്റ് 2ൽ ഈ 2 CO ആയിരുന്നു, 3 അറ്റൈൻ ചെയ്തു. അപ്പോൾ എനിക്കിതിൻ്റെ ആവറേജ് വാല്യൂ ഇൻറ്റേർണൽ വെച്ചിട്ട്, കാര്യം 2 ടെസ്റ്റിൻ്റെയും 2 അസൈൻമെൻറ്റിൻ്റെയും ആവറേജ് വാല്യൂ, ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്താ, 3 + 3 / 2 എഗെയിൻ 3. ഇവിടെയാണെങ്കിൽ 1 + 3 + 3, അതായത് 6 + 1 7 / 3, അത് 2.33. ഇവിടെ 3 + 3 6 / 3 2 എന്ന് പറയുന്നത് എഗെയിൻ 3 ആണ്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് എൻ്റെ ഇൻറ്റേർണൽ
ഫൈനലി എനിക്ക് കിട്ടിയ അറ്റൈൻമെൻ്റ് ആണ്. ഇനി നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം. ഇവിടെ യൂണിവേഴ്സിറ്റി എക്സാമിൽ നിങ്ങൾക്കറിയാം, ഞാൻ ആ ടാബ് ഒന്ന് എടുക്കട്ടെ. യൂണിവേഴ്സിറ്റി എക്സാമിൽ നോക്കൂ, ഇവിടെ എനിക്ക് ഒരാളാണ് ഫെയിലായത്. ഓക്കെ, ഈ ഒരു ആൾ മാത്രം. അപ്പോൾ എനിക്കിവിടെ 12 സ്റ്റുഡൻസ്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 83.3. 83.3 എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഞാൻ ഏത് ലെവലിലെത്തും, ഞാൻ അറ്റൈൻ ചെയ്ത ലെവൽ എന്ന് പറഞ്ഞാൽ 3 ആണ്. അതുകൊണ്ടാണ് എനിക്കെന്താണ് നമ്മളുടെ ഈ ഒരു ഇതിൽ COP അറ്റൈൻമെൻറ്റ് ഷീറ്റിൽ എനിക്കിവിടെ യൂണിവേഴ്സിറ്റിയിൽ 3 കിട്ടിയത്. ഓക്കെ, ഇനി ഈ വാല്യൂ എങ്ങനെ കിട്ടി, ഏത് ഫൈനൽ ഡയറക്റ്റ് അറ്റൈൻമെൻറ്റ് എങ്ങനെ കിട്ടി, അതിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 70% വെയിറ്റേജ് ടു യൂണിവേഴ്സിറ്റി എക്സാം, അതായത് ഇതിൻ്റെ 70%, 30% വെയിറ്റ് ടു ഇൻറ്റേർണൽ ഇവാലുവേഷൻ, ഇതിൻ്റെ 30%. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ വരിക, 0.3 30% ഓഫ് 3 അല്ലേ. അപ്പോൾ ഈ 3, അതുപോലെ തന്നെ 70% 0.7 ഓഫ് എന്താണ് യൂണിവേഴ്സിറ്റി എക്സാം, ആര് ഈ 3. അപ്പോൾ നമുക്കറിയാം ഇത് എത്ര വരിക, 0.9 പ്ലസ് 0.7 ഇൻറ്റു 0.3 എന്ന് പറഞ്ഞാൽ 2.1. അപ്പോൾ ഇത് എത്ര വരിക, 2.1 പ്ലസ് 0.9 എന്ന് പറഞ്ഞാൽ 3 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് 3. ക്ലിയർ? അങ്ങനെയാണ് നമുക്ക് ഈ 3 കിട്ടിയത്. അതുപോലെ തന്നെ ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കോസ് എക്സിറ്റ് സർവേ ചെയ്യുന്നുണ്ട്. ആ കോസ് എക്സിറ്റ് സർവേയിലും എനിക്ക് എല്ലാ COക്കും 3 എന്ന് കിട്ടി. അപ്പോൾ നമ്മളുടെ ഈ വാല്യൂസ് എങ്ങനെയാണ് ഫൈനൽ അറ്റൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇത് 80% ഈ പറഞ്ഞ ഡയറക്റ്റ് എന്നും 20% നമ്മളെ കോസ് എക്സിറ്റ് എന്നും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ വരിക, ഇക്വേഷൻ പറഞ്ഞാൽ ഇതിൻ്റെ 80%, അപ്പോൾ 0.8 ഇൻറ്റു 3 എന്നും പ്ലസ് 20% കോസ് എക്സിറ്റിൻ്റെ 0.2 ഇൻറ്റു 3 എന്നും വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 0.8 ഇൻറ്റു 3 2.4 പ്ലസ് 0.2 0.6 എന്ന് പറഞ്ഞാൽ 3. എഗെയിൻ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ 3. ഓക്കെ, അങ്ങനെ കിട്ടിയ CO1-ൻ്റെയും CO2-ൻ്റെയും CO3-ൻ്റെയും ഫൈനൽ അറ്റൈൻമെൻറ്റ് CO അറ്റൈൻമെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 3 CO ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയാണ് കിട്ടിയത്, അല്ലെങ്കിൽ എൻ്റെ COൻ്റെ വാല്യൂ അനുസരിച്ച് ഇവിടെ കൂടി കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് PO അറ്റൈൻമെൻ്റ് ആണ്. ഓക്കെ, ഞാനിത് ഇതും കൂടി കാണുന്ന രീതിയിൽ ഞാനവിടെ വെച്ചിട്ടുണ്ട്. അതായത് എനിക്ക് ഇവിടെയും കാണണം, അതുപോലെ തന്നെ എനിക്ക് ഇവിടുത്തെ മാപ്പിങ്ങും കിട്ടണം, എന്നാലാണ് എനിക്ക് PO അറ്റൈൻമെൻറ്റ് കിട്ടുക. ഇത് കിട്ടിയത് എന്തായിരുന്നു, CO അറ്റൈൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ CO അറ്റൈൻമെൻറ്റ് ഇതാണ്. ഇനി PO അറ്റൈൻമെൻറ്റ് എങ്ങനെ കിട്ടി, 2.95 എങ്ങനെ കിട്ടി എന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷന് ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് CO1 എന്ന് പറഞ്ഞാൽ 3 ആണല്ലോ. ഓക്കെ, അപ്പോൾ ആ 3 എഴുതി ഇൻറ്റു ഇവിടുത്തെ മാപ്പിംഗ് എത്രയാണ്, 3 ആണ്. അവിടെ വരുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. കഴിഞ്ഞിട്ടില്ല. അടുത്ത CO എല്ലാ PO അറ്റൈൻമെൻറ്റ് കിട്ടണമെങ്കിൽ എല്ലാ COൻ്റെയും കോൺട്രിബ്യൂഷൻ എടുക്കണം. അടുത്ത 2.84 ആണ്. അപ്പോൾ എന്താ പറയുക, പ്ലസ് 2.84 ഇൻറ്റു ഇവിടുത്തെ മാപ്പിംഗ് എത്രയാണ്, 3. ഓക്കെ, അതിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്, 3 പ്ലസ് അടുത്തത് 3 ആണ് CO അറ്റൈൻമെൻറ്റ്. അടുത്ത മാപ്പിംഗ് എന്ന് പറയുന്നത് 3 ആണ്, മാക്സിമം വാല്യൂ 3 ആണ്. അപ്പോൾ ഇത് പോയി, സോ ഇറ്റ് വിൽ ബി 3 പ്ലസ് 2.8 പ്ലസ് 3 ആണ്. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ എത്ര വാല്യൂസ് വന്നു, 3 വാല്യൂസ്, ആ 3. ആ വാല്യൂ ആണ് ഈ പറഞ്ഞ 2.95 എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർലി നമുക്ക് അടുത്തതിൻ്റെ ഓരോന്നിൻ്റെയും കാണാം. ഇവിടെ വരുമ്പോൾ 3 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വരിക, 3 ഇൻറ്റു 1 മാക്സിമം വാല്യൂ 3 പ്ലസ് നോക്കിക്കോളൂ 2.84 ഇൻറ്റു മാപ്പിംഗ് വാല്യൂ 1 മാക്സിമം വാല്യൂ 3 പ്ലസ് 3 ഇൻറ്റു മാപ്പിംഗ് വാല്യൂ 1 മാക്സിമം വാല്യൂ 3 ഹോൾ ഡിവൈഡഡ് ബൈ 3. ആ വാല്യൂ ആയിരിക്കും ഈ പറഞ്ഞ 0.96. സിമിലർലി ബാക്കി വാല്യൂസും. സോ ഇങ്ങനെയാണ് നമ്മളുടെ CO PO അറ്റൈൻമെൻറ്റ് കാണുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ അവിടെ വരണം. ഇക്വേഷൻ ഇല്ലാത്ത ഏതെങ്കിലും സെല്ലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കെവിടെയോ മിസ്റ്റേക്ക് പറ്റിയെന്നാണ്. അപ്പോൾ എല്ലാത്തിലും വരുന്നുണ്ടോ ഇക്വേഷൻസ്, അത് ഇക്വേഷൻസ് കറക്റ്റാണോ എന്ന് നോക്കണം. ഓക്കെ, ഇതെടുക്കുമ്പോൾ കോസ് എക്സിറ്റിൽ നിന്ന് വരണം. ഈ സംഭവം ഇവിടെ കോസ് എക്സിറ്റിൽ കാണിക്കണം. ഇതെടുക്കുമ്പോൾ നമ്മളുടെ നേരത്തെ 3.7 ആയിട്ട് വരണം. സോ ഇത്രയും കൺഫേം ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ CO PO അറ്റൈൻമെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു.